ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ പിന്നോട്ടുപോക്ക് ജനാധിപത്യത്തിന്റെ വിജയമെന്ന് ഗാർഡിയൻ പത്രം. മോദിയുടെ തെരഞ്ഞെടുപ്പ് വിജയം പരാജയമായി കണക്കാക്കപ്പെടുന്നതാണെന്നും ജനാധിപത്യത്തിന്റെ രണ്ടാം വരവെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും അധികാരമേൽക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. എന്നിട്ടും അപൂർവമായി ഒരു തെരഞ്ഞെടുപ്പ് വിജയം തോൽവിയായി കണക്കാക്കപ്പെടുന്നുവെന്നാണ് ഗാർഡിയൻ പത്രം പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് താൻ മൂന്നാമതും പൂർണ്ണ ഭൂരിപക്ഷം നേടുമെന്ന് വീമ്പിളക്കി. തന്റെ പാർട്ടി 400 സീറ്റുകൾ വരെ നേടുമെന്ന് പറഞ്ഞു. താൻ ദൈവത്താൽ അയച്ചതാണെന്ന് പറഞ്ഞു. എന്നാൽ പട്ടാഭിഷേകത്തിന് പകരം ഒരു ശാസന കിട്ടിയെന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സീറ്റുകൾ 303-ൽ നിന്ന് 240-ആയി കുറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ വലിയ മുന്നേറ്റം നടത്തിയ ബി.ജെ.പി കേരളത്തിൽ സീറ്റ് നേടുകയും ചെയ്തു. എന്നാൽ മോദിയുടെ സ്വന്തം മണ്ഡലമായ ഉത്തരേന്ത്യയിലെ വാരണാസിയിൽ വോട്ട് കുറഞ്ഞു. ഇന്ത്യൻ വോട്ടർമാർ ശക്തനെ താഴ്ത്തിക്കെട്ടിയെന്നും മുഖപ്രസംഗം വ്യക്തമാക്കുന്നുണ്ട്. അത് പൂർണ്ണമായും അർഹിക്കുന്നതായിരുന്നു. ഇന്ത്യയിലെ 200 ദശലക്ഷം മുസ്ലിങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതായി അദ്ദേഹം പിന്തുടരുന്ന ആക്രമണാത്മക ഹിന്ദു ഭൂരിപക്ഷവാദം പ്രചാരണപാതയിൽ കൂടുതൽ രൂക്ഷമായ ഇസ്ലാമോഫോബിയായി മാറിയെന്നും ഗാർഡിയൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മോദിയെ അധികാരത്തിലെത്തിച്ച ഹിന്ദു വർഗീയത അതിന്റെ പരിധിയിലെത്തുന്നതിന്റെ ചില സൂചനകളുണ്ടെന്നും പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും ജനാധിപത്യ മതേതര പാരമ്പര്യങ്ങളിലേക്കും മോദി നടത്തിയ കടന്നുകയറ്റത്തെ ചെറുത്തുനിന്ന എല്ലാവരെയും ധീരന്മാരായ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, അഭിഭാഷകർ, വോട്ടർമാർ എന്നിവരെ അഭിനന്ദിക്കണമെന്നും അവർ ജനാധിപത്യത്തിന് രണ്ടാം അവസരം നൽകിയെന്നുമാണ് ഗാർഡിയൻ പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.